സംവിധായകൻ, ലാലേട്ടൻ ഫാൻ ബോയ്, ക്യാമറാമാൻ അങ്ങനെ നിരവധി ലേബലുകളിൽ അനീഷ് ഉപാസന ഇൻഡസ്ട്രിയിൽ നിറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ജാനകി ജാനെ സിനിമയുടെ സംവിധാനമാണ് ഏറ്റവും ഒടുവിൽ അനീഷ് നിർവഹിച്ചത്. ദിലീപിൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷ അവസരങ്ങളിൽ മിക്ക ചിത്രങ്ങളും ക്യാമറയിൽ പകർത്തുന്നത് അനീഷാണ്. കാവ്യ മാധവൻ്റെ ലക്ഷ്യയ്ക്ക് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ടിൽ മീനാക്ഷിയെയും കാവ്യയെയും മഹാലക്ഷ്മിയെയുമൊക്കെ ക്യാമറയിൽ ഒപ്പിയെടുത്ത് അനീഷ് കയ്യടി നേടിയിരുന്നു. സിനിമാ മാസികൾക്ക് വേണ്ടി ഫാഷൻ ഫോട്ടോഗ്രാഫറായാണ് അനീഷ് ഉപാസന തൻ്റെ പ്രൊഫഷണൽ ജീവിതം തുടങ്ങുന്നത്. സ്റ്റിൽ ഡിജിറ്റൽ ക്യാമറയിൽ മായാമാധവം എന്ന വീഡിയോ ആൽബം റെക്കോർഡ് ചെയ്തതിന് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടവും നേടിയ അനീഷിൻ്റെ ഭാര്യയായിരുന്നു നടി അഞ്ജലി നായർ. ഇരുവരുടെയും മകളാണ് പ്രമുഖ ചൈൽഡ് ആർട്ടിസ്റ്റ് ആവണി. സുരേഷ് ഗോപിയാണ് മോൾക്ക് അങ്ങനെ പേര് നൽകിയതെന്ന് ഇടയ്ക്ക് അനീഷ് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിന് പുറമെ അന്യഭാഷാ ചിത്രങ്ങളിലും തിളങ്ങുന്ന ആവണിയുടെ വിശേഷങ്ങൾ ഇടയ്ക്ക് അനീഷ് പങ്കുവച്ചിരുന്നു. മകളെ കാണാനാകാത്ത സാഹചര്യത്തെക്കുറിച്ചൊക്കെ പോസ്റ്റും താരം പങ്കിട്ടിരുന്നു. അടുത്തിടെ നടിയും അവതാരകയുമായ വീണ നടത്തിയ ഹോം ടൂർ വീഡിയോയിലാണ് അനീഷ് മകളെക്കുറിച്ചൊക്കെ ഇമോഷണലായി സംസാരിക്കുന്നത്. മകൾ എപ്പോൾ വന്നാലും അവൾക്കായി ഒരിടം വീട്ടിൽ ഒരുക്കിയിട്ടുണ്ടെന്നും അനീഷ് പറഞ്ഞിരുന്നു. ഏറെ നാളായി മകളെ കണ്ടിട്ടെന്നും പറഞ്ഞ അനീഷ് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. വീട്ടിൽ അമ്മയുടെ നിർബന്ധം തുടങ്ങിയിട്ട് കുറേ കാലമായെന്നും അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നില്ലെന്നും അനീഷ് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും പ്രിയപ്പെട്ടവർക്കും ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇക്കഴിഞ്ഞ ദിവസം വന്നത്. മിനിസ്ക്രീനിൻ്റെ സ്വന്തം താരമായ തുഷാര അനീഷിൻ്റെ ജീവിതത്തിലേക്ക് എത്തി. സ്നേഹനിർഭര നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇരുവരും എത്തിയത്. സ്നേഹം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഇരു ഇൻഡസ്ട്രിയിലെയും ആളുകൾ അനുഗ്രഹിച്ചു. നിരവധി സീരിയലുകളുടെ ഭാഗമാണ് തുഷാര. കോമഡിയും വില്ലത്തി വേഷങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച തുഷാര ഇൻസ്റ്റയിലും സജീവമാണ്. 2012 ഡിസംബർ 13 പുറത്തിറങ്ങിയ മാറ്റിനി എന്ന ചിത്രത്തിലൂടെയാണ് അനീഷ് സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. മക്ബൂൽ സൽമാൻ തൻ്റെ ഫീച്ചർ ഫിലിം അരങ്ങേറ്റം കുറിക്കുകയും മൈഥിലി പ്രധാന വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്ത ചിത്രത്തിന് നല്ല അഭിപ്രായങ്ങളാണ് ലഭിച്ചത്. അനൂപ് ശിവസേനൻ എഴുതിയ രണ്ടാമത്തെ അനീഷ് ചിത്രമായ സെക്കൻഡ്സിൽ ജയസൂര്യ, അപർണ നായർ, വിനയ് ഫോർട്ട്, വിനായകൻ എന്നിവർ ആയിരുന്നു താരങ്ങൾ.